ആ വീടിന്റെ ഉള്ളിൽ ഭയങ്കര വീർപ്പുമുട്ടല. മൂന്നാള് മാത്രം എങ്ങനെയാ അതിന്റെ ഉള്ളിൽ കഴിഞ്ഞുകൂടണത്? 100 ആളുകൾ താമസിച്ചിരുന്ന തറവാടാ. എന്തായിരുന്നു അവിടുത്തെ സ്ഥിതി? ഒരു കൊട്ടാരം തന്നെയായിരുന്നു. എൻ്റെ ചെറുപ്പകാലത്ത് ആ മുറ്റത്ത് കയറാൻ പേടിയാ. പിന്നെ ഭൂനിയമം വന്നു, സ്വത്തിൽ 3/4 ഭാഗവും പോയി, അവകാശികളൊക്കെ പിരിഞ്ഞു. അവകാശം കിട്ടാത്തവരുണ്ടാ കൂട്ടത്തില്. അവരൊക്കെ ഇത് ഉപേക്ഷിച്ച മട്ട. എന്തോ ഒരു ഐശ്വര്യമില്ലായ്മ ഉണ്ടവിടെ. എപ്പോഴും പല്ലി ചിലക്കലും ദുശകനങ്ങളുമാണെന്നാ ആ അമ്മ പറഞ്ഞത്. അതൊക്കെ തോന്നല. അടിക്കാതെയും തുടയ്ക്കാതെയും കിടക്കണതുകൊണ്ടാ അല്ലേ അച്ഛാ? തകർച്ച ഉണ്ടാകുന്നിടത്താണ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും കൂടുന്നത്. അപ്പൂട്ടൻ നായർക്ക് അല്പം ദുരഭിമാനമുണ്ട്. പക്ഷേ അയാൾ നല്ലവന്. അതാ തറവാട്ടുകാരൊക്കെ അതെ. നമ്മൾ ഈ നിലയ്ക്ക് എത്തിയത് അപ്പൂട്ടൻ നായരുടെ വല്യമ്മാവൻ കാരണം. ഈ വീടിരിക്കുന്നത് പുത്തമ്പരക്കാരുടെ ഭൂമിയിലാണ്. എൻ്റെ അച്ഛന് ഇഷ്ടദാനം കൊടുത്തതാ. അപ്പൊ നമ്മൾ അവരുടെ കുടിയന്മാരാണല്ലേ അച്ഛാ? ഒരു കണക്കിന് അതെ. പണ്ടൊക്കെ അവിടെ ചെന്നാൽ മുണ്ടും അരയെ കെട്ടി ഓച്ഛാനിച്ച് നിൽക്കണം. ഓ, ആ അധികാരമായിരിക്കും മാധവനുണ്ണി എന്നോട് കാണിച്ചത്. ഞാൻ അയാളോട് ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഈ സ്കൂട്ടർ ഒരു അത്ഭുത വസ്തുവൊന്നുമല്ല. എന്റെ ഏട്ടൻ കോളേജിൽ പോയിരുന്നത് ബൈക്കും കൊണ്ടാ. എന്റെ അച്ഛന് കാറുണ്ടെന്നൊക്കെ. അയാളൊരു പാവത്താനാ. അയാളുടെ കാര്യം പറഞ്ഞ് അപ്പൂട്ടനാർ കുറേ കരഞ്ഞു. തലമുറ നിലനിർത്താനുള്ള ആൺകുട്ടിയാ. അയാളിനി വിവാഹം കഴിക്കില്ല. പെണ്ണേട്ടാഞ്ഞിട്ടാണോ? ഞാൻ കൊടുക്കായിരുന്നല്ലോ. എത്ര വേണം? ഏത് സൈസ് വേണം? എന്റെ കൂടെ പഠിച്ചവർ എത്രയാ ചാൻസ് നോക്കി നിക്കണേന്നറിയോ? നീ ബ്രോക്കർ ആവാനൊന്നും നിക്കണ്ട. അയാൾക്ക് വേണ്ടാഞ്ഞിട്ടാ. അയാളുടെ വിഷമം മറ്റാർക്കും അറിയില്ല. ഏട്ടത്തിക്ക് അറിയോ? എന്റെ പൊന്നേട്ടത്തി, ഒരു ഭാര്യ മരിച്ചു എന്ന് വെച്ച് കൂടെ ചാകാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതിന്റെ പേരിലുള്ള ലൈഫ് കളയുന്നത് ഫൂളിഷ്നെസ്സാ. ഇപ്പൊ നിനക്കത് മനസ്സിലാവില്ല. നിന്റെ കല്യാണം കഴിയുമ്പോ നിനക്കത് മനസ്സിലാവും. പിന്നെ ആദ്യം കുറച്ച് ദുഃഖം ഉണ്ടാവും. അതിന്റെ കൂടെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ കരഞ്ഞോണ്ടിരുന്ന അയാളും കരഞ്ഞോണ്ടിരിക്കും. ഞാനൊരു കൈ നോക്കാൻ പോവാ. ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ തിന്ന ചോറിന്റെ നന്ദി കാണിക്കണ്ടേ അല്ലേ അച്ഛാ? പ്രശ്നത്തി തെളിഞ്ഞു കണ്ടതാണ്. പോയി അറിയുക എന്നുള്ള നമ്മുടെ ഒരു തൃപ്തി, അത്രേ ഉള്ളൂ. എത്ര കാലായി നടപ്പ് തുടങ്ങിയിട്ട്? ജാതക ഫലം അനുഭവിക്കാണ്ടിരിക്കാൻ പറ്റുമോ? 10:15 ബസ് ഉണ്ടായിരുന്നു. പക്ഷെ 10:30 വരെ രാഹുകാല. ഇനി 11 ചോറ്റാനിക്കര അമ്മയുണ്ട്. സമയം എത്രയായി? പട്ടണ കഴിഞ്ഞു. കുഞ്ഞാമ സരസിനോട് ഗേറ്റിന് വെളി വന്നിരിക്കാൻ പറഞ്ഞിട്ടില്ലേ? അശ്രീകരം. ആ ഒരു കാര്യം എനിക്ക് അത്ര പിടിക്കണില്ല. നല്ല ശകുനമാണ് ജാനുമ്മേ. ശുഭ്രകുസുമം വിപ്രദ്വയം ഗണിക, കരിമ്പു ഗജവും കയറിട്ട കാള പശുവും യാത്രാ മുമ്പേ ശുഭം എന്നാ പറഞ്ഞിരിക്കുന്നത്. വെളുത്ത പൂവ്, ഇരട്ട ബ്രാഹ്മണർ, വേശ്യാസ്ത്രീ, കരിമ്പ്, ആന. ആനയാണ്, ആനക്കാരനല്ല. കയറിട്ട കാള, പശു ഇവയൊക്കെ ശുഭശകുനങ്ങളാണെന്നർത്ഥം. 3 പേര് ഒരുമിച്ച് ഇറങ്ങണേ? അത് വേണ്ട, കുഞ്ഞിരാമൻ ഇറങ്ങോളൂ. ഞങ്ങൾ രണ്ടാളും പിന്നാലെ ഇറങ്ങിക്കോളാം. അല്ലെങ്കിൽ വേണ്ട, താൻ പിന്നാലെ ഇറങ്ങിയാ മതി. ഞങ്ങൾ രണ്ടാളും ആദ്യം ഇറങ്ങാം. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുമ്പോ കുഞ്ഞിരാമനെ ആദ്യം കാണണമെന്ന് വെച്ചാൽ അശുഭ ശകുനാവും. ഞാനോ? ആനയാ ശുഭം, ആനക്കാരനല്ല. കുഞ്ഞിരാമൻ പിന്നീട് ഇറങ്ങിയാ മതി. മതി. ഞങ്ങള് പോയി വരട്ടെ. എന്റെ ഈശ്വര. കൃഷ്ണ ഗുരുവായൂരപ്പ. കാല് കണ്ട ഹലോ. എന്തിനാ ഇപ്പൊ ഇങ്ങനെ വന്ന് കയറിയേ? അസത്ത്. ഇന്ന് അനുകൂലമായിട്ട് ഒന്നും നടക്കില്ല, ഉറപ്പാ. ഇനി മടങ്ങണ്ട, പുറപ്പെട്ടിറങ്ങിയതല്ലേ. പോണ വഴിക്ക് വിഘ്നേശ്വരൻ ഒരു നാളികേരം ഉടക്കിയ. വന്ന് കേറി ഒരു വരവേ. വന്നിട്ടൊരു ഉപകാരം ഉണ്ടായില്ല. കണ്ടില്ലേ അതിനു മുമ്പ് വന്ന് കേറിയത്? ആശ്രീകരം. കുട്ടി വിഷമിക്കണ്ട. ആ ആണിക്കാലിന്റെ കുരങ്ങേളിയാ ഇതൊക്കെ. മോളെ, വിഷമം തോന്നരുത്. നല്ലൊരു കാര്യത്തിനിറങ്ങുമ്പോ ചീത്ത സ്ത്രീകളെ ശകുനം കാണണമെന്നാ. അതിനൊരുത്തി പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോ ഞാനൊരു നല്ല കുട്ടിയാണെന്നാണോ? ഇറ്റ്സ് എ കോംപ്ലിമെന്റ്. സാരമില്ലെന്ന് പറഞ്ഞതാ. വരൂ, നമുക്ക് അകത്തേക്ക് പോകാം. വേണ്ട, ഏതായാലും എന്റെ ശകുനവും ശരിയല്ല. ഇനി ഒരിക്കൽ വരാം. ഇത്രയും വന്നിട്ട് അതൊന്നും സാരമില്ല. ഞാൻ നാടൊന്ന് ചുറ്റാൻ ഇറങ്ങിയതാ.
ഞാൻ പിണങ്ങിയല്ല പോണത്. ഇപ്പൊ രണ്ടാമത്തെ പ്രാവശ്യം ചമ്മല്. ആദ്യം മോൻ, ഇപ്പൊ അച്ഛൻ. നീ എന്തിനാ അവിടേക്ക് പോവാൻ പോയത്? അയാളെ പെണ്ണ് കെട്ടിച്ചിട്ട് ഇപ്പൊ നിനക്കെന്ത് കിട്ടാനാ? അത് ഞാൻ അച്ഛനോട് വെറുതെ പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ എന്നെ ചമ്മിച്ചതിന്റെ ഒരു പൊടി വാശി എന്റെ ഉള്ളിലുണ്ട്. അത് ഞാൻ തീർക്കും. ഒന്നും അല്ലെങ്കിൽ ചെറുപ്പത്തിൽ കുറച്ചു നാൾ ഒന്നിച്ച് കളിച്ചു വളർന്നവരല്ലേ, ആ ഒരു സെന്റിമെന്റ്സ് എങ്കിലും അയാൾ കാണിച്ചോ? കാല് അങ്ങനെ മാറ്റി വീശറോ. അപ്പൊ എന്റെ കാര്യം തീ വീഴില്ലേ? ആ ആ. വരണം വരണം, ഇരിക്കണം. എന്തായി ആ സമയത്ത്? മാലിനി എവിടെ? എന്തു പറ്റി? മാലിനി അവൾ അവിടെ വന്നുള്ള കുസൃതി ഒപ്പിച്ചോ? ഏയ്, കുസൃതി കാണിച്ച ഞാനാ. പറയാം, അവള് വരട്ടെ. അത് കൊള്ളാം. മോളിങ് വന്നേ. ദാ, എന്താ ഇത്? ഇത് വാങ്ങ്. 10 കൊല്ലായിട്ട് നടത്തുന്ന ഒരു വസ്തുവിന്റെ കേസുണ്ടായിരുന്നു ഹൈക്കോടതിയില്. ഇന്നായിരുന്നു വിധി. കോടതിയിലേക്ക് ഇറങ്ങിയപ്പോ ശകുനം കണ്ടത് മോളെയാ. അപ്പോഴത്തെ ദേഷ്യത്തിന് എന്തൊക്കെയോ പറഞ്ഞു. മോളെ എന്നോട് ക്ഷമിക്കണം. അയ്യോ, അതിനെന്താ, എനിക്ക് ഒരു വിഷമം തോന്നിയില്ല. അതല്ല, എന്താ അപ്പൂടെ നേരെ നിങ്ങളീ പറയുന്നത്? അവളെ ഒന്ന് വഴക്ക് പറഞ്ഞു എന്ന് വെച്ച് അതിനുള്ള അവകാശം നിങ്ങൾക്കില്ലേ? അത് ശരി. എന്നാലും മോടെ കണ്ണ് നിറഞ്ഞുപോയി. തനിക്കറിയാവോ തറവാടിന്റെ സ്ഥിതി? പുറമേ കാണുന്ന ഈ പട്ടും പത്രാസേ ഉള്ളൂ. മുങ്ങിക്കൊണ്ടിരിക്കായിരുന്നു. അപ്പോഴായി വിധി. അതെനിക്ക് അനുകൂല. 5 ഏക്കർ തെങ്ങും പറമ്പാ. ഇനി ഞാൻ രക്ഷപ്പെടും. രാമേന്ദ്ര, തന്റെ മോളൊരു മഹാലക്ഷ്മിയാ. നെഞ്ചത്തി കയറിയല്ലേ? ആ ആ തോട്ടിയും വടിയും താഴെ വെച്ചിട്ടൊന്നും മെയ്യാനെങ്കിൽ ചെയ്യടോ കുഞ്ഞിരാമ. എണ്ണം തെറ്റരുത്. ആ. ഇനി ബാക്കിയുള്ളത് ഊണ് കഴിഞ്ഞിട്ട് ചെയ്താ പോരെ? വേഗം വണ്ടി ഒഴിവാക്കി കൊടുക്ക്. ഇങ്ങോട്ട് ഇടറോ തോമസേ. ജോസൂട്ടിയെ, എന്തായി? അവിടെ നിന്ന് ഇവിടെ വരെ ഒരു വണ്ടി നാളികേരം കൊണ്ടുവരാൻ എത്ര സമയം എടുക്കണേ? വേഗം വേണം, പറഞ്ഞു കേട്ടോ. ആ കൃഷ്ണൻകുട്ടിയെ സൂക്ഷിച്ചോണം. കണ്ണ് തെറ്റിയാ കൃഷ്ണമണി കൊണ്ടുപോണ ജാതിയാ. 10 നാളികേരം മാറിയാ കാശ് എത്ര പോണേന്നറിയോ? ഇതിപ്പോ ഏതാണ്ട് പട്ടിണി കിടന്നു ചക്കക്കൂട്ടം കിട്ടിയ പോലെ ഉണ്ട്. അയ്യേ ഛേ. എന്താ കുഞ്ഞിരാമൻ നായർ പറയണേ? അല്ല, ഇനി ഇങ്ങനത്തെ ഉണ്ടോന്ന് ചോദിച്ചതാ. നാളികേരത്തിന്റെ കാര്യം. ആ, ഇങ്ങനത്തെ ഉണ്ടോ ഇനി? വണ്ടി വെക്കോട്ടെ. ഇന്ന് ഉച്ചയൂണിന് മുമ്പ് നാളികേരം മുഴുവൻ എന്റെ മുറ്റത്തെത്തണം. വേഗം പോയിട്ട് വന്നോളൂ കേട്ടോ. ധാരാ വണ്ണൻ നോക്കിയേ. വാ വാ. ഇന്ന് തെങ്ങേറ്റാ കൂട്ടിക്കൊണ്ടോ. ഇന്ന് ഊണ് കഴിച്ചിട്ട് പോയാ മതി കേട്ടോ. വൈകുന്നേരത്തെ കാപ്പിയും കഴിഞ്ഞേ പോണുള്ളൂ. അത് മതി. ഇടുക്കി കുട്ടി എന്നെ. പിന്നെ കക്ഷത്തിലേറ്റിയോ? കൂട്ടിയിടോ. എന്റെ വയനല്ലോ. പിന്നെ തന്നെ ഇരിക്കണേ. ഹലോ. ഹലോ. ഇന്ന് ബാങ്കിൽ പോയില്ലേ? ഇല്ല. എന്തു പറ്റി? ഇരിക്കാൻ പറയാത്ത സ്ഥിതിക്ക് അവസരോചിതമായി പെരുമാറുന്നതാണ് യുക്തി. എന്നെ അറിയാലോ അല്ലേ? പണ്ട് നമ്മൾ എന്നെ കുറെ കരയിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ. അതെ, ഞാൻ ഒരു പുസ്തകം വായിച്ചോണ്ടിരിക്കുക. വായനാശീലം വളരെ നല്ലതാണ്. പക്ഷേ വായന മാത്രമാകുന്നത് ബോറാ. കുറച്ചേരം നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. അല്ലെങ്കിൽ ഇതേ പുറത്ത് ഭയങ്കര മാമാങ്കം നടക്കുന്നു. നമുക്ക് പോയി 10 തേങ്ങ പറക്കിയിടാം. പ്ലീസ്, എന്നെ ശല്യപ്പെടുത്തരുത്. ഹാ, അങ്ങനെ പറഞ്ഞാലോ? ഞാൻ ഇവിടുത്തെ ഒരു ഗസ്റ്റ് അല്ലേ. എന്നോട് കുറിച്ച് സംസാരിക്കുക എന്നത് സാമാന്യ മര്യാദയല്ലേ? മാത്രമല്ല, നമ്മൾ ബാല്യകാല സുഹൃത്തുക്കളാവുമ്പോ. പട്ടണത്തിൽ വളർന്നതിന് ചില വൃത്തികെട്ട രീതികളുണ്ട് തന്റെ കയ്യില്. നിന്നോട് കടന്നു പോകാൻ പറഞ്ഞല്ലേ മര്യാദയിടാവൂ. ഞാൻ പോയേക്കാം. താങ്ക് യു. എന്താ അവിടെ? മോശം. ഉണ്ണി എന്താ ദേഷ്യത്തിലാ? ഒന്ന് ദേഷ്യപ്പെടട്ടമ്മേ. വെറും പച്ചവെള്ളം പോലെ ഇരിക്കുന്നതിനേക്കാൾ ഭേദം അതല്ലേ? വാ.